എല്ലാവരുടെയും ഇതേ പ്രശ്നമാണ്. അടുത്ത ആളുടെ പ്രശ്നം എല്ലാവരും ഫേസ് ചെയ്യണ ഇഷ്യൂ ആണ് അതല്ലേ. നാളെ സ്കൂളിലേക്ക് എന്താ, എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ദോശ വേണ്ട, ഇഡ്ഡലി വേണ്ട. അങ്ങനെയുള്ള കുട്ടികളുള്ള വീട്ടിലുള്ള എല്ലാ അമ്മമാർക്കുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അപ്പം ഞാൻ ഇന്നൊരു ബ്രെഡ് പിസയാണ് നാളത്തേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബ്രെഡ് കൊണ്ട് പിസ്സ എങ്ങനെയാണെന്നല്ലേ, ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും സ്കൂളിൽ പോകുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങൾ തീർക്കാൻ ഞാനിങ്ങനെ കുറച്ച് ലഞ്ച് ബോക്സ് റെസിപ്പീസുമായിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസസായി കട്ട് ചെയ്തത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല എല്ലാം കുറച്ച് കുറച്ച് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാനിതാ എണ്ണയിൽ വറുത്ത് കോരുന്നു. ഓണിയൻസ്, ചോപ്ഡ് ക്യാബേജ് എല്ലാം ഭയങ്കര കുഞ്ഞു കുഞ്ഞായിട്ടാണ് ചോപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ചോപ്ഡ് ടൊമാറ്റോസ്, ഫ്രൈഡ് ചിക്കൻ പീസസ്, 2 tablespoons of homemade mayonnaise and 2 tablespoons of tomato sauce. ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൽ ചിക്കൻ പീസസ് ഓപ്ഷണലാണ്. സ്കൂളിലേക്ക് ഞാൻ ലഞ്ച് ബോക്സ് റെസിപ്പി എന്ന് പറഞ്ഞാലും ചില സ്കൂളുകളിൽ നോൺ വെജ് അലൗഡ് അല്ല. സോ ഇൻ ദാറ്റ് കേസസ് അത് നമുക്ക് ഇത് ഒമിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ചിക്കൻ പീസസ് വേണ്ട, എഗ്ഗ് അലൗ ചെയ്യുകയാണെങ്കിൽ എഗ്ഗ് ഞാൻ ഓൾറെഡി ബ്രെഡിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ചിക്കൻ പീസസിന് പകരം പനീർ അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കുന്ന ഏതെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ സീസണിങ്ങും ഉപ്പും കുറച്ച് പെപ്പറും ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. 4 മുട്ട നമുക്ക് കുറച്ച് ഉപ്പും പെപ്പറും ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാണ്. ബ്രെഡ്, എഗ് മിക്സ്, എഗ്ഗും സോൾട്ടും കൂടെ വെറുതെ മിക്സിയിലിട്ട് അടിച്ചത്, ചീസ് ഷ്രെഡ് ചെയ്തത്, മൊസറല്ല ചീസ് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ചീകി എടുത്തിട്ടുണ്ട്, നമ്മുടെ വെജിറ്റബിൾ ചിക്കൻ മിക്സ്, പിസ്സ സോസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇതിലിടാം. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇതിൻ്റെ റെസിപ്പി. ഇത് വേണമെങ്കിൽ ടൊമാറ്റോ സോസും ഇടാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പിസ്സ സോസ് തന്നെ വേണമെന്നൊന്നുമില്ല. അത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഒരു പാൻ എടുത്തിട്ട്, സോസ് പാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് എണ്ണയോ ബട്ടറോ ഒന്നിങ്ങനെ തടവി ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, വല്ലാണ്ട് വേണ്ട. എന്നിട്ട് നമുക്ക് ബ്രെഡ് ജസ്റ്റ് ഒന്ന് ആ മുട്ടയുടെ മിക്സിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. കുറച്ചും കൂടെ ഒന്ന് കയറ്റി ഇങ്ങനെ വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഒരു പിസ്സ പോലെ തന്നെ ഒന്ന് ഇതാക്കാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ബ്രെഡ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ബാക്കി വന്ന മുട്ട മിക്സ് ഞാനിങ്ങനെ ആ ഗ്യാപ്പുകളിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നിൽക്കും. ഇതിലേക്ക് ഞാൻ പിസ്സ സോസ് ആഡ് ചെയ്യാണ്. എല്ലാവിടേക്കും നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഞാൻ പിസ്സ സോസിൽ ഓൾറെഡി ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് വേറെ ടൊമാറ്റോ സോസ് ഇടുന്നില്ല. ഇതിൽ ടൊമാറ്റോ സോസ് ഒറ്റയ്ക്ക് ഇട്ടാലും മതി. നമ്മുടെ വെജ് മിക്സ്, വെജ് എന്ന് പറയാൻ പറ്റില്ല, സോറി, ചിക്കനും ഉണ്ട്. വെജിറ്റബിൾ ചിക്കൻ മിക്സ് ഞാനിതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യണം. ഇതൊക്കെ സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവിടേക്കും ഈക്വലായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇതിലിപ്പോൾ മുട്ട മാത്രമേ വേവാനുള്ളൂ, ബാക്കിയെല്ലാം ഓൾറെഡി വെന്ത സാധനങ്ങൾ. ക്യാബേജിന് ഉള്ളിലേക്കൊന്നും വേവ് വേണമെന്നില്ല. പിന്നെ ഈ ചീസൊന്ന് മെൽട്ടാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ മുട്ട അടിയിൽ കറുത്ത് പോകാണ്ടിരിക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സിമ്മിലേക്ക് ഇട്ടിരിക്കുന്നത്. ചീസ് ഷ്രെഡഡ് ആയ കാരണം വേഗം മെൽട്ടായിക്കോളും. ഇവിടെ പിള്ളേർക്കൊക്കെ എക്സ്ട്രാ ചീസ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഇടുന്നത് കേട്ടോ. വല്ലാണ്ട് ഇട്ടൊന്ന് വിചാരിക്കണ്ട. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് മെൽറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യാം.